നമസ്കാരം. നമ്മളിപ്പോൾ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ റോക്കറ്റ് ലക്ഷ്യത്തിലെത്താതെ വേറെ എവിടെയെങ്കിലും എത്തുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങൾ ISROയ്ക്ക് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിന് സാക്ഷ്യം വഹിക്കാനുള്ള ദൗർഭാഗ്യം കിട്ടിയ രണ്ട് പ്രധാനമന്ത്രിമാരുണ്ട്. ഒന്ന് രാജീവ് ഗാന്ധിയും മറ്റേയാൾ നരേന്ദ്രമോദിയുമാണ്. ഈ രണ്ടുപേരും നോക്കി നിൽക്കെ രണ്ട് റോക്കറ്റുകൾ, ISROയുടെ രണ്ട് റോക്കറ്റുകൾ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയില്ല, മറ്റെവിടേക്കോ പോയി. ആ റോക്കറ്റ് വിക്ഷേപണം പൂർണ്ണമായിട്ടും പരാജയമാണോ എന്ന് ചോദിച്ചാൽ പരാജയമല്ല. കാരണം ആ റോക്കറ്റ് അവിടെ നിന്ന് അനങ്ങിയിട്ടുണ്ട്. അത് ലക്ഷ്യത്തിലെത്തിയില്ല എന്നേ ഉള്ളൂ, കുറച്ച് ദൂരം അത് മുന്നോട്ട് പോയി. എന്നാൽ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ആ റോക്കറ്റ് ലോഞ്ച് പാഡിൽ നിന്ന് ലിഫ്റ്റ് ആയില്ലെങ്കിലോ അത് അതിദയനീയമായ പരാജയമായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ പരാജയപ്പെട്ട നമ്മളുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ ചില പദ്ധതികൾ ഭാഗികമായിട്ട് അതിൻ്റെ ലക്ഷ്യം കൈവരിക്കും, ചിലപ്പോൾ പരാജയമായിരിക്കും. എന്നിരുന്നാലും അവിടെയൊക്കെ ചില നേട്ടങ്ങളുണ്ടാകും. എന്നാൽ ഈ പദ്ധതി അനങ്ങിയില്ല, ലോഞ്ച് പാഡിൽ നിന്ന് ഉയർന്നില്ല, ഒരല്പം പോലും മുന്നോട്ട് പോയില്ല. അങ്ങനെ പരാജയപ്പെട്ട, അതിദയനീയമായി പരാജയപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പദ്ധതിയുടെ പേര് ACCPLI, അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. ഈ പദ്ധതിയാണ് വൻ പരാജയമായി മാറിയത്. ഈ പദ്ധതി ലോഞ്ച് പാഡിൽ നിന്ന് അനങ്ങിയില്ല എന്നുള്ളതാണ്. ഈ പദ്ധതിയുടെ പരാജയ കാരണം എന്താണ് ഈ പദ്ധതി? ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ക്യാബിനറ്റ് ആർച്ചിലൂടെ എത്തി നോക്കാം. നമുക്കറിയാം, നമ്മുടെ കാറുകളും വണ്ടികളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അതിനകത്തൊരു ബാറ്ററി വേണം. കാറിൻ്റെയും വണ്ടിയുടെയൊക്കെ ലൈറ്റ് കത്തിക്കാൻ ഒരു ബാറ്ററി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇൻവെർട്ടറിനകത്ത് ഉപയോഗിക്കുന്നൊരു ബാറ്ററി ഉണ്ട്. ഇതൊക്കെ പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ്. ഈ ബാറ്ററിയെ വിളിക്കുന്ന പേര് ലെഡ് അക്യുമുലേറ്റർ അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഈ ബാറ്ററിയിൽ വളരെ വലിയ തോതിലൊന്നും വൈദ്യുതി ശേഖരിച്ചു വെക്കാൻ പറ്റില്ല. കാറും വാഹനങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടുന്ന വൈദ്യുതി ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ ഇതിൽ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നിലവിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ യുഗമാണ്. അത്തരം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളിൽ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററിക്ക് പറയുന്ന പേരാണ് അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ. ഈ ബാറ്ററിയുടെ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലീഡർ ചൈനയാണ്. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ, ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ടെക്നോളജിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും അവർ വലിയ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യയിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തേക്കുന്ന രാജ്യം അമേരിക്കയാണെങ്കിൽ അമേരിക്ക ചൈനയെ അപേക്ഷിച്ച് വളരെ അതിവിദൂരത്ത് മാത്രം നിൽക്കുന്ന ഒരു 2ാം സ്ഥാനക്കാരൻ മാത്രമാണ്. അത്ര മുന്നിലാണ് ഈ ടെക്നോളജിയിൽ ചൈന. നമുക്കും ഇതുപോലെയുള്ള ബാറ്ററികൾ വികസിപ്പിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. ഈ ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത് 2021 ഒക്ടോബർ മാസത്തിലാണ്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് 2025 50 GW വൈദ്യുതി ശേഖരിച്ചു വെക്കുവാൻ, സ്റ്റോർ ചെയ്ത് വെക്കുവാൻ ശേഷിയുള്ള സെല്ലുകൾ വികസിപ്പിച്ചെടുക്കുക. സെല്ലുകൾ എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെല്ലുകൾ വികസിപ്പിച്ചെടുക്കുക. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതി ഹെവി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, വൻകിട വ്യവസായ മന്ത്രാലയമാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഈ ഇനിഷ്യേറ്റീവിന് വേണ്ടി ഗവൺമെൻറ് 18,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ചില സ്വകാര്യ കമ്പനികൾക്ക് സബ്സിഡി കൊടുക്കുന്നു, ഇൻസെൻറ്റീവ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെല്ലുകൾ വികസിപ്പിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കമ്പനികൾക്ക് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കും. അതാണ് ഈ പദ്ധതി. ഇതിനകത്ത് മിനിമം 1,100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള കമ്പനികൾക്ക് മുന്നോട്ട് വരാം. അതുപോലെ തന്നെ ആ കമ്പനികൾക്ക് ഒരു വർഷം 225 കോടി രൂപ വാർഷിക ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളും ആയിരിക്കണം. അങ്ങനെയുള്ള കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കമ്പനികൾക്ക് അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കമ്പനികൾ ഓരോ കിലോവാട്ട് അവർ വൈദ്യുതി ശേഖരിച്ചു വെക്കാനുള്ള സെൽ ഉണ്ടാക്കുമ്പോഴും, ഗിഗാവാട്ട് അവർ അല്ല, ഓരോ കിലോവാട്ട് അവർ വൈദ്യുതി ശേഖരിച്ചു വെക്കാനുള്ള സെല്ലുകൾ ഈ കമ്പനി ഉണ്ടാക്കുമ്പോഴും ഗവൺമെൻറ് ഈ കമ്പനികൾക്ക് 2,000 രൂപ സബ്സിഡി ആയിട്ട് നൽകും, ഇൻസെൻറ്റീവായിട്ട് നൽകും. അതാണ് ഈ പദ്ധതി. അങ്ങനെ ഈ പദ്ധതിക്ക് വേണ്ടി അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ ഉണ്ടാക്കാൻ താല്പര്യമുള്ള കമ്പനികളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേലം നടന്നു. അതുപോലെ തന്നെ ഈ ഇനിഷ്യേറ്റീവിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെല്ലിൻ്റെ ലഭ്യത ഉറപ്പാക്കുക, സപ്ലൈ ചെയിൻ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ന് ഈ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെല്ലുകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നതും ചൈനയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ചൈനയെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് ഈ കാര്യത്തിൽ. അതിന് പകരം
ഇന്ത്യയിൽ പ്രാദേശികമായി ഇതിൻ്റെ ലഭ്യത ഉറപ്പാക്കണം. അങ്ങനെ ലഭ്യത ഉറപ്പാക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതി ഉപയോഗിച്ചോടുന്ന വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതൽ കൂടും. അത് രാജ്യത്തിന് വളരെ വലിയ ലാഭമാണ്. അതുപോലെ തന്നെ പരിസ്ഥിതിപരമായിട്ടും അത് വളരെ വലിയ നേട്ടമാണ്. അതാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പം എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതികത്വമാണ് എന്തെന്ന് പറയുന്നത് വൈദ്യുതിയുടെ സംഭരണം. നമുക്ക് ഇതുവരെ അറിഞ്ഞൂടാത്തൊരു സംഭവമായിരുന്നു വൈദ്യുതിയുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. വൈദ്യുതി സംഭരിച്ചു വെക്കാൻ നമുക്കറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മേഖലയിൽ വളരെ വലിയ ഈടുവെപ്പുകൾ നടന്നിട്ടുണ്ട്. അതിനെ ലോകത്തിൽ നയിക്കുന്നത് ചൈനയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം വൈദ്യുതിയെ സംഭരിക്കാനുള്ള ടെക്നോളജി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചൈന മറ്റ് രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലായിട്ടുണ്ട്. ഈവൻ ഇടിമിന്നലിൽ നിന്ന് പോലും വൈദ്യുതി എങ്ങനെ ശേഖരിക്കാം എന്നതിനെ സംബന്ധിച്ച് അവിടെ വളരെ വലിയ രീതിയിലുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാനവരാശിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഇനിഷ്യേറ്റീവ് നടപ്പിലാക്കാൻ വേണ്ടി സ്വകാര്യ കമ്പനികളെ ക്ഷണിക്കാൻ വേണ്ടി ഒരു ലേലം നടന്നു. ലേലത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യതകൾ ഞാൻ പറഞ്ഞു. ആ യോഗ്യതയുള്ള കമ്പനികൾക്കേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും കുറേ കമ്പനികൾ വന്നു. ലേലത്തിൽ 4 കമ്പനികൾ വിജയിച്ചു. ആ 4 കമ്പനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഓല ഇലക്ട്രോണിക്സ്, മറ്റേത് റിലയൻസ് ന്യൂ എനർജി, മറ്റേത് ഹ്യുണ്ടായി ഗ്ലോബൽ, മറ്റേത് രാജേഷ് എക്സ്പോർട്സ്. ഈ കമ്പനികൾക്ക് നേരത്തെ പറഞ്ഞ യോഗ്യതകൾ ഉണ്ടായിരുന്നുള്ളൂ, അവർ വിജയിച്ചു. എന്നാൽ ഈ പറയുന്ന 4 കമ്പനികൾക്കും ഇത്തരത്തിലുള്ള സെല്ലുകൾ ഉണ്ടാക്കി മുൻ പരിചയമോ യാതൊരുവിധമായ എക്സ്പെർട്ടൈസോ ഇല്ലാത്ത കമ്പനികളാണ്. പണം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ത്യയിൽ സെല്ലുകൾ ഉണ്ടാക്കുന്നതിൽ അല്പമെങ്കിലും സാങ്കേതികത്വമുള്ള 2 കമ്പനികളുണ്ടായിരുന്നു. അവരാണ് ഇന്ത്യയിലെ പണ്ട് കാലത്തെ ഈ ലെഡ് ആസിഡ് സെല്ലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ കമ്പനിയെ നമുക്കെല്ലാം അറിയാം. വണ്ടിയെപ്പറ്റി, വാഹനങ്ങളെ പറ്റിയിട്ട് അല്പമെങ്കിലും ജ്ഞാനമുള്ള ആൾക്കാർക്ക് ആ കമ്പനികളുടെ പേരറിയാം. ഒന്ന് അമാര രാജ എന്ന് പറയുന്ന കമ്പനി, അമറോൺ എന്ന് പറയുന്ന ബാറ്ററി ഉണ്ടാക്കുന്നവരാണ്. അതുപോലെ എക്സൈഡ് ഇൻഡസ്ട്രീസ്. ഈ 2 കമ്പനിക്കാരാണ് ഇന്ത്യയിൽ പരമ്പരാഗതമായി ലെഡ് ആസിഡ് സെല്ലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ 2 കമ്പനികൾക്കും ഈ ലേലത്തിൽ വലിയ കമ്പനികളോട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. റിലയൻസിനോടും ഹ്യുണ്ടായിയോടും ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അവർ ഔട്ടായി. ഇനി 4 കമ്പനികളാണ് ഈ ലേലം പിടിച്ചതെങ്കിലും ഈ 4 കമ്പനികൾക്കും കൂടെ 30 ഗിഗാവാട്ട് അവർ വൈദ്യുതി ഉണ്ടാക്കാനുള്ള ലേലം മാത്രമേ നടന്നുള്ളൂ. മൊത്തം 50 ഗിഗാവാട്ട് അവർ ഉണ്ടാക്കാനുള്ള സെല്ലുണ്ടാക്കാനാണ് പദ്ധതി ആരംഭിച്ചത്. പക്ഷേ ഈ ലേലത്തിലൂടെ ഈ 4 കമ്പനികളും 50 ഗിഗാവാട്ട് അവർ ഒന്നും ഏറ്റെടുത്തിട്ടില്ല. വെറും 30 ഗിഗാവാട്ട് അവർ വൈദ്യുതി ശേഖരിച്ചു വെക്കാൻ വേണ്ടിയുള്ള സെല്ലുകൾ ഉണ്ടാക്കാം. അതിനുള്ള കരാറാണ് ഈ ലേലത്തിലൂടെ ഈ 4 കമ്പനികൾ ഗവൺമെൻറ്റുമായിട്ട് ഒപ്പിട്ടത്. അങ്ങനെ ഈ 4 കമ്പനികൾ വിജയിച്ചു. അമാര രാജയും എക്സൈഡ് ഇൻഡസ്ട്രീസും ഔട്ടായി. 2021 ഇതിൻ്റെ ലേലം നടന്നത്. 2025 മുമ്പാണ് 50 ഗിഗാവാട്ട് അവർ വൈദ്യുതി ശേഖരിച്ചു വെക്കാനുള്ള പൊട്ടൻഷ്യലുള്ള സെല്ലുകൾ ഇവർക്ക് ഉണ്ടാക്കേണ്ടിയിരുന്നത്. എന്നാൽ 2025 കഴിഞ്ഞു 2026 ആയണക്കെയും ഈ 4 കമ്പനികൾക്കും, ഇതിനകത്ത് ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഇതിൽ നിന്ന് ഒരു കമ്പനി പിൻവാങ്ങി. ഈ ഹ്യുണ്ടായി ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി പിൻവാങ്ങി. ബാക്കിയുള്ള കമ്പനികൾക്ക് ഈ നിമിഷം വരെയും 1 ഗിഗാവാട്ട് അവർ ഉണ്ടാക്കാനുള്ള ശേഷിയുള്ള സെല്ലുകൾ പോലും വികസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. 2021 ഈ പദ്ധതി എവിടെയാണോ നിന്നത് അവിടെ തന്നെയാണ് ഈ പദ്ധതി ഇപ്പോഴും നിൽക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ 4 കമ്പനികൾക്കും, നിലവിൽ 3 കമ്പനികൾക്കും ഈ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ വികസിപ്പിക്കാനുള്ള യാതൊരുവിധമായ സാങ്കേതിക വിദ്യയോ ടെക്നോളജിയോ വിദഗ്ധന്മാരോ ഇല്ല എന്നുള്ളതാണ്. അവർക്കൊരല്പം പോലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പദ്ധതി പരാജയമായി. പക്ഷേ നമ്മൾ ചോദിക്കാം, റിലയൻസിനെ പോലെയുള്ള കമ്പനികൾക്ക് വിദേശത്തു നിന്ന് എക്സ്പെർട്ടൈസിനെ കൊണ്ടുവന്നുകൂടെ, സാങ്കേതിക വിദഗ്ധന്മാരെ കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിക്കാം. ശരിയാണ്, റിലയൻസിന് ചൈനയിൽ നിന്ന് സാങ്കേതിക വിദഗ്ധന്മാരെ കൊണ്ടുവരാം, അവർ വരാൻ തയ്യാറുമാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ചൈനയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധന്മാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ വിസ കൊടുക്കില്ല. അതാണ് ഒരു കാരണം. ഈ പദ്ധതിയുടെ മറ്റൊരു പരാജയ കാരണം എന്ന് പറയുന്നത്, വേണമെങ്കിൽ ഈ കമ്പനിക്കാർക്ക് വേണമെങ്കിൽ ഈ സെല്ലുകൾ വിദേശ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാം, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇന്ത്യയിലെ പല കമ്പനികളും ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. റിലയൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോൾഗേറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കാം, എന്നിട്ട് ഇന്ത്യയിലേക്ക് സെല്ല് കൊണ്ടുവന്നാൽ മതി. പക്ഷേ അവിടെയും പ്രശ്നമുണ്ട്. ഈ പദ്ധതിയുടെ വ്യവസ്ഥകൾ പ്രകാരം ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിലായിരിക്കണം നടത്തേണ്ടത്. ആദ്യത്തെ 2 വർഷം 20% പ്രൊഡക്ഷൻ ഇന്ത്യയിലായിരിക്കണം. അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ 60% പ്രൊഡക്ഷനും ഇന്ത്യയിലായിരിക്കണം നടത്തേണ്ടത്. അതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പരാജയ കാരണം. ഏറ്റവും വലിയ പരാജയ കാരണം ഇതൊന്നുമല്ല, ഈ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ ഉണ്ടാക്കാനുള്ള ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്.
ഈ ടെക്നോളജി ഇന്ത്യക്കില്ല. ഇതൊരു പരിധിവരെ അമേരിക്കയ്ക്കും ഇല്ല. എന്നാൽ ഈ ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റും ഹ്യൂമൻ ക്യാപിറ്റലും ഫിനാൻഷ്യൽ ക്യാപിറ്റലും ഇൻവെസ്റ്റ് ചെയ്ത രാജ്യമാണ് ചൈന. അതുകൊണ്ടാണ് ഈ ടെക്നോളജിയിൽ അവരിന്ന് ലോകത്തെ ലീഡ് ചെയ്യുന്നത്. അമേരിക്ക ലോകമെമ്പാടും നടന്ന് എണ്ണ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ചൈന ഇടിമിന്നലിൽ നിന്ന് വൈദ്യുതിയെ ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന സെല്ലുകൾ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ലോകത്തിൻ്റെ പവർ ഹൗസ്, എക്കണോമിക് പവർ ഹൗസ് എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ ഫാക്ടറി എന്ന് പറയുന്നത് നിലവിൽ ചൈനയായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഓർക്കുന്നത് ഇന്ത്യയിൽ കുടിൽ വ്യവസായം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ നമ്മുടെ രാഷ്ട്രപിതാവിനെയാണ്. ഈ നിമിഷം വരെ മഹാത്മാഗാന്ധി പറഞ്ഞ ആ ഉപദേശത്തിൻ്റെ അർത്ഥം നമുക്ക് പിടികിട്ടിയില്ല. എന്നാൽ കുടിൽ വ്യവസായം നടപ്പിലാക്കിയ ഒരു രാജ്യമാണ് ചൈന. അവർ അതിൻ്റെ പുരോഗതി ഉണ്ടാക്കി. 1944 സുഭാഷ് ചന്ദ്രബോസ് പറയുകയുണ്ടായി, 1944 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻഡിജീനസ് ഡിഫൻസ് പ്രൊഡക്ഷൻ, ആഭ്യന്തരമായി എല്ലാ സൈനിക ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കണം എന്ന് പറഞ്ഞ വ്യക്തി സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹം അത് പറഞ്ഞത് 1944 നമ്മൾ അതിനുവേണ്ടി ഇതുവരെയും കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആത്മനിർഭരത ഭാരത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രീതിയാണ് അവലംബിച്ചു പോരുന്നത്. ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന, കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ സ്ഥാനത്ത് ചൈന ആഭ്യന്തരമായി ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ ഈ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെല്ലുകൾ ഉപയോഗിക്കുന്ന സാങ്കേതികത്വം എന്ന് പറയുന്നത് ലിഥിയം അയോൺ ടെക്നോളജിയാണ്. ലിഥിയം അയോൺ സെല്ലുകളെക്കാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സോഡിയം അയോൺ സെല്ലുകൾ ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനും അപ്പുറം കടന്ന് ഇപ്പോൾ ന്യൂക്ലിയർ ഡയമണ്ട് ബാറ്ററി എന്ന് പറയുന്ന പുതിയ തരം ബാറ്ററികളും ചൈന ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മേഖലയിലേക്കൊന്നും മറ്റു പല രാജ്യങ്ങൾക്ക് ഇന്നുവരെ എത്തി നോക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് പല പല സാങ്കേതിക മേഖലകളുടെയും പ്രാധാന്യം മനസ്സിലാക്കുന്നതിലും ആ മേഖലകളിൽ കാര്യക്ഷമമായ ഫിനാൻസ് ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്തരം നമ്മളിപ്പോൾ പറഞ്ഞ തരം സെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ക്രിട്ടിക്കൽ മിനറലുകൾ ആവശ്യമുണ്ട്. ഈ മിനറലുകൾ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയിലും അമേരിക്കയെക്കാളൊക്കെ ബഹുദൂരം മുന്നിൽ ചൈന എത്തിയിരിക്കുന്നു. നമ്മുടെ ഭരണാധികാരികൾ ദീർഘവീക്ഷണമുള്ളവരായിരിക്കണം. നമ്മുടെ ഭരണാധികാരികൾ രാജ്യത്തെപ്പറ്റി സ്വപ്നമുള്ളവരായിരിക്കണം. നമ്മുടെ ഭരണാധികാരികൾക്ക് രാഷ്ട്രീയപരമായ ഇച്ഛാശക്തി ഉള്ളവരായിരിക്കണം. ഇത്തരത്തിലുള്ള ഇച്ഛാശക്തിയില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത, രാജ്യത്തെപ്പറ്റി സ്വപ്നമില്ലാത്ത ഭരണാധികാരികളാണ് ഇത്തരത്തിലുള്ള പല പല ക്രിട്ടിക്കലായിട്ടുള്ള സാങ്കേതികത്വത്തിലും നമ്മുടെ രാജ്യത്തെ പിന്നോട്ടടിക്കാൻ കാരണമായത്. എന്നാൽ ഭാവിയിൽ രാജ്യത്തെപ്പറ്റി വളരെ കൂടുതൽ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും സ്വപ്നങ്ങളുമുള്ള ഒരു പുതുതലമുറ നമ്മുടെ ഭരണാധികാരികളായിട്ട് വരും എന്ന പ്രത്യാശയോടെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു.